ഇന്നാണ് ആ ദിവസം. ഇന്ന് വിധി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിരിക്കുമോ അല്ലയോ എന്ന കാത്തിരുന്ന് കാണേണ്ടി വരും. തുടർച്ചയായി രണ്ടാം വട്ടമാണ് കേസ് മാറ്റിവെച്ച ഇന്നത്തേക്ക് മാറ്റുന്നത്. 24-ാം തീയതി കേസിൽ വിധി പറയാനായിരിക്കുമ്പോഴാണ് നിർണായകമായ ചില തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയത്. പ്രധാനമായും ഇവർ തമ്മിലുള്ള, അതായത് ഈ പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ചാറ്റുകളും ഒപ്പം അതുപോലെ തന്നെ കോൾ റെക്കോർഡുകളുമാണ് നൽകിയത്. ആ കോൾ റെക്കോർഡിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇത്തരത്തിൽ ഇവർ ഒന്നിച്ചത്, ബന്ധത്തിലേർപ്പെട്ടത് എന്ന് സമ്മതിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന നിമിഷം കോടതിയിൽ ഹാജരാക്കിയത്. ആ തെളിവിന്മേലുള്ള ചർച്ചയും ആ തെളിവിന്മേലുള്ള അന്വേഷണവുമാണ് പിന്നീട് അങ്ങോട്ട് നടന്നത്. ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം വിധേയമാക്കിയിരുന്നു. കാരണം ഇത് ഫാബ്രിക്കേറ്റഡ് വോയിസ് കോൾ ആണോ അല്ലെങ്കിൽ അല്ലാതെയുള്ള യഥാർത്ഥ വോയിസ് കോൾ ആണോ എന്ന് അറിയാനായിട്ട് ശാസ്ത്രീയ പരിശോധന വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ ശാസ്ത്രീയ പരിശോധനയുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ജാമ്യ ഹർജിന്മേലുള്ള പൂർണ്ണമായ വിധി വരാകുകയുള്ളൂ എന്ന് കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ആ ദിവസമാണ്, 28-ാം തീയതി. കയ്യിൽ ഏതായാലും ആ ശാസ്ത്രീയ രേഖകൾ ഉണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തായാലും അത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാവുകയാണെങ്കിൽ രാഹുലിന് ജാമ്യം ലഭിക്കാൻ ഏറെ കാരണങ്ങളുണ്ട്. എന്തായാലും അതിജീവിതയുടേതെന്ന നിലയിൽ പ്രതിഭാഗം ഹാജരാക്കിയ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികത പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ശനിയാഴ്ച തീരുമാനിച്ച വിധി പ്രഖ്യാപനം ജില്ലാ ജഡ്ജി എൻ ഹരികുമാർ നീട്ടിവെച്ചത്. രാഹുലിനെ 14 ദിവസത്തേക്ക് കൂടി തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ആദ്യ റിമാൻഡ് കാലാവധി ശനിയാഴ്ച പൂർത്തിയായതോടുകൂടി SIT നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ ഉത്തരവ്. വിദേശത്ത് സ്ഥിരതാമസമായ കോട്ടയം സ്വദേശിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലായിട്ട് 2 ആഴ്ച പിന്നിട്ടിട്ടുണ്ട്. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിയാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചത്. തുടർന്ന് സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇവിടെയും ജാമ്യ ഹർജിയിൽ വാദം കേട്ടപ്പോൾ പ്രതിഭാഗത്തിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അന്വേഷണവുമായി മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നും ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. പ്രോസിക്യൂഷൻ നിരത്തിയ കണ്ടെത്തലുകളും മേൽക്കോടതി വിധികളും അവരുടെ വാദങ്ങളെല്ലാം പൊളിക്കുന്നതായിരുന്നു. വിദേശത്ത് സ്ഥിരതാമസമായ കോട്ടയം സ്വദേശിനിയുടെ പരാതിയിൽ കഴിഞ്ഞ 11-നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായത്. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നും പുറത്തിറങ്ങിയാൽ അതിജീവിതമാരുടെ ജീവന ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമായി തന്നെ ഉണ്ട്. നടിയും മോഡലുമായ റിനി ആൻഡ് ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുമായ ഫെനി നയന രംഗത്തെത്തിയതും ഈ കേസിൽ നിർണായക വഴിത്തിരിവായി മാറും. ഫെനിയുടെ ആദ്യ പോസ്റ്റും ഒക്കെ തന്നെ ഈ കേസിൽ നിർണായക വഴിത്തിരിവായിരുന്നു. പോസ്റ്റ് ഇട്ട മണിക്കൂറുകൾക്കകം തന്നെ ഫെനിക്കെതിരെ പരാതിയും ഫെനിയെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം ഹൈക്കോടതിയിൽ പോയാണ് ഫെനി തടഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അറ്റം കണ്ടിട്ടേ അടങ്ങൂ എന്നുള്ള മട്ടിൽ ഫെനി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇനിയും താൻ തുറന്നു പറയും എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഫെനി ഒരു പോസ്റ്റ് ഇട്ടത്. റിനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണ പോസ്റ്റുമായി അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. താൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത തനിക്കില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് റിനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഈ പശ്ചാത്തലത്തിലാണ് റിനിക്കെതിരെ ഫെനി നൈനാൻ രംഗത്ത് വന്നത്. എന്നാലും റിനി ആരുടെ പേരും പറഞ്ഞിട്ടില്ല എന്നും ആരുടെ ആരോപണത്തിലും എതിരല്ല എന്നും പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കരഞ്ഞുകൊണ്ട് ആനന്ദാശ്രു എന്ന് പറഞ്ഞ മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയാനായി മാധ്യമ ചർച്ചകളിൽ വരുന്നു. പക്ഷെ എന്നിട്ടും പറയുന്നു ഞാൻ ആർക്കെതിരെയും പറഞ്ഞിട്ടില്ലെന്ന്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഇപ്പോൾ വന്ന 3ാമത്തെ പരാതിക്കാരി റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് ആരോപിച്ചാണ് ഫെനി നൈനാൻ രംഗത്തെത്തിയത്. ഇക്കാര്യം 3ാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചത്. 2026 ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ 2025 ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് റിനിക്ക് നിഷേധിക്കാനാവില്ലെന്നാണ് ഫെനി ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ഗൂഢാലോചനയുടെ തെളിവുകളാണെന്ന് ഫെനി ചൂണ്ടിക്കാണിക്കുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തുവരും. റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ടെന്നും ഫെനി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഫെനി നൈനാന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് നോക്കാം. റിനി ആൻഡ് ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് വായിക്കുകയായിരുന്നു. റിനിക്കെതിരെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിലാണ് റിനി ആ പോസ്റ്റ് ഇട്ടത്. എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് ആ പോസ്റ്റ്. അതിൽ വന്ന ഒരു കമന്റിന് റിനി മറുപടി പറഞ്ഞിരിക്കുകയാണ്, ഞാനൊരു പരാതിക്കാരിയെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാഹുൽ MLAക്കെതിരെ ഇപ്പോൾ വന്ന 3ാമത്തെ പരാതിക്കാരി റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് 3ാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 2025
2026 ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ 2025 ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് റിനിക്ക് നിഷേധിക്കാനാവില്ല. നിഷേധിച്ചാൽ ബാക്കി പിന്നീട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെനി ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ഇതിനെല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇതെല്ലാം. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തു വരും. റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട്. റിനി ഈ കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖംമൂടിയാണ്. അത് അഭിനയമാണ്. എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും. ഭൂമിയുടെ നിയമമാണ് അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെനി അവസാനിപ്പിക്കുന്നത്. ഫെനിയുടെ വാക്കുകൾ അച്ചട്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പലരും പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന ചോദ്യം അപ്പോഴും ശക്തമായി ഉയരുകയാണ്.